സർക്കാർ നൽകിയ ഉറപ്പുകളിൽ പ്രതീക്ഷയർപ്പിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബം. നഷ്ടപരിഹാരത്തിന് പുറമെ ബിന്ദുവിന്റെ മകന് താൽക്കാലിക ജോലിയും മകളുടെ ചികിത്സയും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം വഴി വീട് നവീകരിക്കാനുള്ള പണം നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചു. എന്റെ ഒരു സഹോദരനാണ്. ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷൻ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ കൊടുത്തിട്ട് പോയതാണ്. 3 ആഴ്ചക്ക് മുന്നേ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി നിന്നതാണ്. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. 2.5 സെന്റിലെ പണിതീരാത്ത വീടും ഒരുപാട് സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് ബിന്ദു പോയത്. മകന് സ്ഥിരം ജോലിയടക്കം സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി VN വാസവൻ 24-നോട് പറഞ്ഞു. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ സംസാരിച്ചു. റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അടുത്ത 11-ാം തീയതി ക്യാബിനറ്റാണ്. ക്യാബിനറ്റിൽ തീരുമാനിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഉടനെ പ്രവർത്തിക്കും. ധനസഹായം കൊടുക്കും. അടിയന്തരമായി ചെയ്യാൻ കഴിയുക മെഡിക്കൽ കോളേജ് HDSനാണ്. അതുകൊണ്ടാണ് താൽക്കാലികമായി വളരെ പെട്ടെന്ന് അവർക്ക് ആശ്വാസം. അതിനുശേഷം ഭാവിയിൽ ചെയ്യാൻ കഴിയുന്നത് ക്യാബിനറ്റ് ആലോചിച്ച് അതും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലേക്കും കടക്കും എന്നുള്ള കാര്യം പറഞ്ഞു. വീട് നവീകരിക്കാനുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ 10 ദിവസത്തിൽ കൈമാറുമെന്ന് ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. 10 ദിവസത്തിനുള്ളിൽ കൈമാറാനുള്ള പ്രോസസ്സാണ്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പം മഹിളാ കോൺഗ്രസ് അത് അവര് കണ്ടെത്തി തരുന്ന ഒരു കാര്യമാണ്. അതിലാണ് സമയം എടുക്കുന്നത്. അപ്പം എന്തായാലും 10 ദിവസത്തിനുള്ളിൽ അത് കൈമാറിയിരിക്കും. നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്ന് ബിന്ദുവിന്റെ കുടുംബം 24-നോട് പറഞ്ഞു. അതിലേ ഉള്ളു ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടണം. അത് നിങ്ങളെ ഏത് ചാനലുകാരായാലും മന്ത്രിയായാലും ഏത് സർക്കാരായാലും അത് അവർക്ക് കൊടുക്കണം. അത്രയല്ല, വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ പോവരുത്. അതേ ഉള്ളു ഞങ്ങൾക്ക് പറയാം. ബിന്ദുവിന്റെ മകളെ തിങ്കളാഴ്ച വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും. 24 കോട്ടയം.